ലോകകപ്പ് ഫുട്ബോൾ മത്സരം ലോകമെമ്പാടും ആവേശമായി പടർന്നു പിടിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ദിവസം ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ചതും അത്ഭുതമായി മാറിയതും കേപ്പ് വെർദെ എന്ന കൊച്ചു രാജ്യത്തിൻ്റെ ഗോളി ആയിട്ടുള്ള 40 വയസ്സുകാരൻ വൊസീഞ്ഞോയാണ്. വൊസീഞ്ഞോയെക്കുറിച്ച് ഒരുപാട് കഥകളാണ് പുറത്തു വരുന്നത്. 40 വയസ്സുകാരൻ ബസ് ഡ്രൈവറായി ജോലി നോക്കുന്നു, ഇടയ്ക്ക് ഇലക്ട്രിക് പണിക്ക് പോവും, ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പാടുപെടുന്ന 40 വയസ്സുകാരൻ 40 വയസ്സിൽ ഫുട്ബോൾ കളിക്കാൻ എത്തുന്നത് വളരെ ഇതായിട്ടാണ്. പക്ഷേ നിരന്തരമായി ഫുട്ബോൾ ഫാനായിട്ടുള്ള പാഷനേറ്റ് ആയിട്ട് ഫുട്ബോൾ കളിക്കുന്ന താരം വൊസീഞ്ഞോ കേപ്പ് വെർദെയുടെ ഗോളിയായിട്ട് വരുമ്പോൾ ലോക ചാമ്പ്യന്മാരായിരുന്ന, യൂറോപ്യൻ ചാമ്പ്യന്മാരായിരുന്ന, ഇത്തവണ കപ്പ് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ടീമിൽ ഒരാളായി സ്പെയിൻ രാജ്യമായി സ്പെയിനോടാണ് കളിക്കുന്നത്. എത്ര ഗോൾ വാങ്ങും എന്ന് മാത്രമാണ് എല്ലാവരും പറഞ്ഞത്. സ്പെയിനിൽ നിന്നാണെങ്കിൽ അവരുടെ സൂപ്പർ താരങ്ങൾ, ചെറുപ്പക്കാരനായിട്ടുള്ള ലാമിൻ യാമൽ തുടങ്ങി പ്രമുഖരെയൊക്കെ കരക്കിരുത്തിയാണ് കളി തുടങ്ങിയത്. പക്ഷെ ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ഈ കേപ്പ് വെർദെ കൊച്ചു ടീമല്ല, കുഞ്ഞൻ ടീമല്ല. ഇതാ അവര് ഗോളിയും ഡിഫൻസും സ്പെയിനിന്റെ മുന്നേറ്റത്തെ മുഴുവൻ തടഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു വലിയ കോട്ട ഭിത്തി പോലെ. ഇനി ഡിഫൻസിനെ തകർത്ത് ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിക്കുമ്പോഴോ ഈ വൊസീഞ്ഞ എന്ന 40 വയസ്സുകാരൻ ബസ് ഡ്രൈവർ അയാൾ ചാടിയും മറഞ്ഞും പന്തുകൾ തടയുന്നു. 27 തവണയാണ് ഷുവർ ഗോൾ എന്ന് കരുതിയ പന്തുകൾ ഈ വൊസീഞ്ഞോ എന്ന കേപ്പ് വെർദെയുടെ ഗോളി തടഞ്ഞിട്ടത്. ഒരുപക്ഷെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിരിക്കും 27 ഷുവർ ഗോൾ തടയുക, ചാടിയും മറഞ്ഞും തടഞ്ഞു. ഒരുപക്ഷെ സ്പെയിനിന്റെ 10 കളിക്കാരും ഗോളിയും തമ്മിൽ ഉള്ളൊരു മത്സരമായ സമയമുണ്ട്. അവസാനം കളി അവസാനിക്കുമ്പോൾ സ്പെയിനും കേപ്പ് വെർദെയും 0-0 എന്ന നിലയിൽ സമനിലയിൽ പിരിയുകയായിരുന്നു. സ്പെയിനിന് ഇതിലും വലിയ ഒരു തിരിച്ചടി കിട്ടാനില്ല. വലിയ അഹങ്കാരത്തോടെ വന്നതാണ്. ഞങ്ങളുടെ സൂപ്പർ താരങ്ങളെയൊക്കെ ഇറക്കി നോക്കി, പിന്നീട് ഒരു രക്ഷയുമില്ലായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ഗോളി, കാരണം ഗോൾ പോസ്റ്റിനും സ്പെയിൻ കളിക്കാർക്കുമിടയിൽ ഒരു കോട്ട ഭിത്തി പോലെ നിന്ന ഒരു ഗോളി. അത് പാവപ്പെട്ട മനുഷ്യൻ ഈ കളിക്കളത്തിൽ നിന്ന് മറ്റേ സമനിലയുമായിട്ട് ഇറങ്ങുമ്പോൾ കണ്ണ് നിറഞ്ഞ് കരഞ്ഞാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിനുള്ള ഫോളോവേഴ്സ് 2000 പേരായിരുന്നു. പക്ഷേ ഈ കളി തീർന്ന് ഒരു മണിക്കൂറിനുള്ളിൽ 20 ലക്ഷം പേരാണ്, 2 മില്യണിൽ കൂടുതൽ ആൾക്കാരാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകരായി ലോകമെമ്പാട് നിന്നും എത്തിയിരിക്കുന്നത്. ഒരു പാവം ബസ് ഡ്രൈവർ, 40 വയസ്സുകാരൻ, ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാൾ, അദ്ദേഹം വന്നിപ്പോൾ ലോക താരമായി മാറിയിരിക്കുന്നു. ഒരുപക്ഷെ സൂപ്പർ താരങ്ങൾ ഇനി ലയണൽ മെസ്സിയും അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയും കിലിയൻ എംബാപ്പയും ഒക്കെ അരങ്ങ് വാഴുന്ന ലോകകപ്പിൽ ഏതോ ആരും അറിയാത്തൊരു രാജ്യത്തു നിന്ന് വന്ന് ലോക ചാമ്പ്യന്മാരോട് ഏറ്റുമുട്ടി ഗോളുകൾ തടഞ്ഞിട്ട് ഒരു ഗോളി താരമായി മാറുന്നതിൻ്റെ ഒരുപക്ഷെ ലോകകപ്പ് ഇങ്ങനെയൊക്കെയാണ്. അൺപ്രഡിക്റ്റബിളായ, നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത പലതും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇറാനും അമേരിക്കയുമായി യുദ്ധത്തിൻ്റെ വലിയ ഓളത്തിലായിരുന്നു. അത് സമാധാന കരാർ നിലവിൽ വരുന്ന, അല്ലെങ്കിൽ അതിൽ ഡിജിറ്റലായി അവർ കരാറ് ഒപ്പിട്ട ദിവസം തന്നെ ഇറാന്റെ പോരാട്ട വീര്യം അവർ പുറത്തെടുത്തുകൊണ്ട് അമേരിക്കൻ മണ്ണിൽ, അതേ അമേരിക്കയിൽ അവർ പോരാട്ടം നടത്തി. ഒരുപക്ഷെ ഇറാൻ ജയിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ ഒരുപാട് ശക്തമായിട്ട് ന്യൂസിലൻഡ് പോരാടി. ന്യൂസിലൻഡാണ് ആദ്യം ഗോളടിച്ചത്, പക്ഷെ തിരിച്ചടിച്ചു. 2-2 സമനിലയിൽ പിരിയുകയായിരുന്നു ഇറാൻ. അത് രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു മത്സരമാണ്. ഇനി ഈജിപ്തുമായിട്ടും ബെൽജിയമായിട്ടൊക്കെ കളിക്കാനുണ്ട്. ഈ കളിയിൽ സ്വാഭാവികമായിട്ടും അടുത്ത റൗണ്ടുകളിലേക്കൊക്കെ കടന്നാൽ അമേരിക്കയുമായി ഇറാൻ ഏറ്റുമുട്ടുമോ എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ സിയാറ്റിലൊക്കെ ഏറ്റുമുട്ടുന്നൊരു അവസ്ഥയുണ്ടായല്ല അമേരിക്കയിൽ വെച്ച്. അതൊരു ഈ ടൂർണമെൻറ്റിലെ അല്ലെങ്കിൽ ലോകകപ്പിലെ ഏറ്റവും വലിയതായിട്ട് മാറും. യുദ്ധരംഗത്ത് 107 ദിവസം ഏറ്റുമുട്ടി അമേരിക്കയെ തളച്ചിട്ട ഇറാന്റെ ഫുട്ബോൾ ടീം ഇനി അമേരിക്കയുമായി ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു കടന്ന് കളിക്കുമോ എന്നുള്ള ചോദ്യമൊക്കെ ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇറാന്റെ ഫുട്ബോൾ ടീമിന് നിങ്ങൾ എന്നറിയാം, നാട്ടിൽ ബോംബുകളേറ്റ് തളർന്ന് തരിപ്പണമായി തുർക്കിയിൽ പോയി ഫുട്ബോൾ കളിച്ച് അമേരിക്കയിൽ താമസിക്കാൻ അനുമതി നൽകാത്തത് കൊണ്ട് മെക്സിക്കോയിൽ ക്യാമ്പ് ചെയ്ത് ഓരോ ദിവസവും കളിക്ക് വേണ്ടി
ലോസ് ഏഞ്ചൽസിലേക്ക്, ഇപ്പം ലോസ് ഏഞ്ചൽസിലാണ് കളി നടന്നത് ന്യൂസിലൻഡുമായിട്ട്. ഇനിയുള്ള മത്സരവും ഇവിടെ തന്നെയാണ്, ലോസ് ഏഞ്ചൽസിലാണ്. ലാസ്റ്റ് മത്സരം അമേരിക്കയിലെ സിയാറ്റിലാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായി സുരക്ഷയായിരുന്നു. കാരണം ഇറാന്റെ ഫുട്ബോൾ ടീമിനെ ആക്രമിക്കുന്ന തരത്തിലേക്കൊക്കെ കാണികളോ പ്രേക്ഷകരുടെ ഇടയിൽ നിന്നൊക്കെ തീവ്രവാദികളൊക്കെ വന്നാൽ ഉണ്ടാവുമെന്ന് കരുതിക്കൊണ്ട് വലിയ സുരക്ഷാ സന്നാഹത്തിലാണ് ആ മത്സരം നടന്നത്. ഇത്തവണ അത് 2-2 ന്യൂസിലൻഡുമായിട്ട് അവർ സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നു. ഇറാൻ ഇനി 2 മത്സരങ്ങൾ ഗ്രൂപ്പിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഇതാണ് വേറൊന്ന്. അതുപോലെ ലോക ചാമ്പ്യന്മാരൊക്കെ വൻ പ്രകടനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ബ്രസീൽ മൊറോക്കയുമായി ഏറ്റുമുട്ടി. മൊറോക്ക കൊണ്ടുവന്ന ആദ്യം ബ്രസീലിനെതിരെ ഗോളടിച്ചു. എല്ലാവരും അത് ഇതാണ്. അവസാനം പാടുപെട്ടാണ് ബ്രസീൽ ഒരു ഗോൾ തിരിച്ചടിച്ച് സമനിലയിൽ 1-1 സമനിലയിൽ പിരിഞ്ഞത്. ബെൽജിയം വലിയ അതിൽ വന്നതാണ്. ബെൽജിയവും സമനിലയിൽ പിരിയുകയായിരുന്നു. പശ്ചിമ ജർമ്മനി 4 തവണ ലോക ചാമ്പ്യന്മാരാണ്. പശ്ചിമ ജർമ്മനി കുറസാവോ എന്ന കരീബിയയിലെ 1.5 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ രാജ്യവുമായിട്ടാണ് ഏറ്റുമുട്ടിയത്. പശ്ചിമ ജർമ്മനി ആദ്യം ഗോൾ അടിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കുറസോവയുടെ ഒരു കളിക്കാരൻ കമൻസെരിയോ വന്ന് ഗോൾ മടക്കി എന്നുള്ളത് ഈ ലോകകപ്പിൽ വലിയ അമ്പരപ്പാണ്. കാരണം പശ്ചിമ ജർമ്മനിയുടെ ഗോളി തന്നെ ലോകോത്തരമായിട്ട് അറിയപ്പെടുന്നതാണ്. അദ്ദേഹത്തെ ബീറ്റ് ചെയ്ത് ഗോൾ മടക്കി 1-1. അതൊരു 30 മിനിറ്റ് വരെ ആ ഗോൾ അങ്ങനെ നിലനിന്നു. 1-1. ജർമ്മൻ കളിക്കാർ വരെ അമ്പരന്ന് പോയി. പക്ഷേ ജർമ്മനി പിന്നെ ധൈര്യം വീണ്ടെടുത്ത് 7-1 വിജയിച്ചു. പക്ഷേ ജർമ്മനി നേടിയ 7 ഗോളിനേക്കാൾ വലിയ ഇത് ലഭിച്ചത് ഈ കുറസോവയുടെ 1.5 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള നമ്മുടെ ഒരു പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റിയുടെയോ ജനത്തിനേക്കാൾ കുറവാണ് ആ രാജ്യത്തുള്ളത്. അവർ ആദ്യ ഗോൾ മടക്കി എന്നുള്ളത് വലിയ ഒരു ചരിത്രമായി ലോകകപ്പിൽ. അതിനെക്കുറിച്ച് അവർ 3-1 പിന്നിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴും അവർ കളിക്കളത്തിലേക്ക് 2ാം പാദത്തിൽ പകുതിയിൽ കളിക്കാൻ വരുന്നത് ചിരിച്ചുകൊണ്ടാണ്. അവർക്ക് വലിയ അത്ഭുതമാണ് പശ്ചിമ ജർമ്മനിക്കെതിരെ ഗോളടിക്കുക എന്നുള്ള ഒരു വലിയ നേട്ടം കൈവരിച്ചു. അപ്പോൾ കുഞ്ഞൻ ടീമുകൾ ഈ ലോകകപ്പിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അരിയാസ് എന്ന കളിക്കാരൻ, അദ്ദേഹം സ്വീഡന് വേണ്ടിയാണ് കളിക്കുന്നത്. സ്വീഡൻ ആഫ്രിക്കൻ രാജ്യമായ ടുണീഷ്യയെ 5-1 പരാജയപ്പെടുത്തിയത്. 2 ഗോളിയും നേടിയ അരിയാസ് ഈ ടുണീഷ്യൻ ആരാധകരോട് കൈകൂപ്പി 2 ഗോൾ അടിച്ചിട്ട് മാപ്പ് പറയുന്ന ഒരു രംഗം ഹൃദയഭേദകമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സ്വീഡനിലാണ് ജനിച്ചതെങ്കിലും ടുണീഷ്യ ഈ അരിയാസിൻ്റെ പിതാവിൻ്റെ രാജ്യമാണ്. അപ്പോൾ തൻ്റെ രാജ്യമാണ്. ടുണീഷ്യയ്ക്ക് വേണ്ടി ടുണീഷ്യയാണ് എതിരാളികളായിട്ട് വന്നെങ്കിലും പിതാവിൻ്റെ രാജ്യത്തിനെതിരെ ഗോൾ അടിക്കേണ്ടി വന്നതിൽ ടുണീഷ്യയിലും അദ്ദേഹത്തിന് ആരാധകരുണ്ട്. ആരാധകരോട് മാപ്പ് പറഞ്ഞ് കൈകൂപ്പിക്കൊണ്ടാണ് 2ാമത്തെ ഗോൾ. 5 ഗോളുകളിൽ 2 എണ്ണം അടിച്ചത് അരിയാസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തരത്തിലുള്ള ഒരുപാട് പുതുമകൾ ഈ ലോകകപ്പിലുണ്ടാവുന്നു. ഇനിയും ഒരുപാട് ഉണ്ടായേക്കാം. ഇനിയും പ്രമുഖ താരങ്ങളൊക്കെ കളിക്കാൻ ഇറങ്ങുകയാണ്. അർജന്റീനയുടെ കളിയിൽ ലയണൽ മെസ്സി ഇറങ്ങുന്നു. അതുപോലെ തന്നെ പോർച്ചുഗൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളത്തിലിറങ്ങുന്നു. അപ്പോൾ ലോകകപ്പിൻ്റെ ആവേശം കൂടുതൽ ഉയരുകയാണ്. ലോകകപ്പിൽ ജപ്പാനും നെതർലൻഡ്സും തമ്മിലുള്ള മത്സരം കഴിഞ്ഞ ശേഷം കളിക്കാരും ഒരു വിധം ഫുട്ബോൾ കാണികളൊക്കെ പുറത്തുപോയിട്ടും ജപ്പാനിലെ കാണികൾ പുറത്തുപോയില്ല. അവരവിടെ കുമിഞ്ഞുകൂടി കിടന്ന മാലിന്യങ്ങളും അതുപോലെ ചപ്പ് ചവറുകളൊക്കെ പെറുക്കി ബാഗിലാക്കി അവിടെ നിന്ന് അതെല്ലാം ശുചീകരിച്ച ശേഷമാണ് അവർ പുറത്തുപോയത്. ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയായ ഒരു പെർഫോമൻസാണ് ജപ്പാൻ്റെ കാണികൾ. അവരുടെ ഒരു അച്ചടക്കം, അവരുടെ വൃത്തിയായിട്ട് പരിസരം സൂക്ഷിക്കുന്നതിൻ്റെ ഒരു മാതൃക അത് ലോകം തന്നെ കണ്ടുപഠിക്കേണ്ടതാണ് എന്നതിൻ്റെ തെളിവാണ്. അതിന് വലിയ ജനശ്രദ്ധയാണ് കിട്ടിയത്. അവർക്ക് വലിയ അപ്രിസിയേഷൻ, അഭിനന്ദനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ഒരുപക്ഷെ ലോകകപ്പിൽ മാത്രം കാണുന്നതാണ്. ലോകകപ്പ് കോടിക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലൊക്കെ ഉറക്കമൊളിച്ചും കോടിക്കണക്കിന് ആൾക്കാർ ലോകകപ്പ് കാണുന്നുണ്ട്. ഒരുപക്ഷെ ലോകകപ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോഴും പ്രധാനപ്പെട്ട 3 രാജ്യങ്ങളിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. കാനഡയിലെ വാൻകൂവറിലും അതുപോലെ തന്നെ ടൊറൻറ്റോയിൽ, മെക്സിക്കോയിലെ 3 സ്റ്റേഡിയങ്ങളിൽ, ആകെയുള്ള 16 സ്റ്റേഡിയങ്ങളിൽ
11 അമേരിക്കയിലാണ്, വടക്കേ അമേരിക്കയിലാണ്. അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ അമേരിക്ക ഫുട്ബോൾ രംഗത്ത് ഒരു നവാഗത ശക്തിയാണെങ്കിൽ അവർ ആദ്യ മത്സരത്തിൽ 4-1 വിജയിച്ച്, പരാഗ്വയോട് വിജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്ക ഫുട്ബോൾ മാപ്പിലേക്ക് കടന്നു കയറി വരുന്നു. എന്തായാലും വമ്പൻ ടീമുകൾക്ക് വലിയ ചെറുത്തുനിൽപ്പും എതിർപ്പും പ്രതിരോധവും തീർത്തുകൊണ്ടാണ് കുഞ്ഞൻ ടീമുകൾ കയറി വരുന്നത്. ഏഷ്യൻ ടീമുകളും ശക്തിയായിട്ട് വരുന്നു. ജപ്പാൻ നെതർലൻഡ്സിനെ സമനിലയിൽ പിടിച്ചുകെട്ടി. അതുപോലെ തന്നെ ദക്ഷിണ കൊറിയ വിജയിച്ചു. ഖത്തർ അടക്കമുള്ള മറ്റ് രാജ്യങ്ങൾ ഇനിയുണ്ട്, സൗദി അറേബ്യയ്ക്കുമുണ്ട്. 9 രാജ്യങ്ങളാണ് ഏഷ്യയിൽ നിന്ന് പങ്കെടുക്കുന്നത്. ആഫ്രിക്കയിൽ നിന്ന് 10 രാജ്യങ്ങൾ, യൂറോപ്പിൽ നിന്ന് 28 രാജ്യങ്ങൾ, യൂറോപ്പിൽ നിന്ന് 16 ടീമുണ്ട്. ഏറ്റവും കൂടുതൽ ഫുട്ബോളിൻ്റെ മാസ്മരിക ശക്തി കൊണ്ടുകൊടുക്കുന്ന രാജ്യങ്ങൾ യൂറോപ്പാണ്. അവിടെ സ്പെയിൻ, ഇന്ന് ഫ്രാൻസിൻ്റെ കളിയുണ്ട്. ഫ്രാൻസിൻ്റെ കിലിയൻ എംബാപ്പയുടെ നേതൃത്വത്തിൽ അവരൊരു ചാമ്പ്യന്മാരുടെ കളി കളിക്കുമോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഫ്രാൻസ് ഉണ്ട്, സ്പെയിനുണ്ട്, അതുപോലെ പോർച്ചുഗലുണ്ട്, നെതർലൻഡ്സ് ഉണ്ട്. ഇവരൊക്കെ അടക്കമുള്ള ഒരു യൂറോപ്യൻ ടീം. ലാറ്റിൻ അമേരിക്കൻ ശൈലിയുമായി, സാമ്പാ നൃത്തവുമായി ബ്രസീലും അർജന്റീനയും ഒക്കെ വരുന്നു. ഒരുപക്ഷെ വലിയൊരു കറുത്ത കുതിരയായിട്ട് വാഴ്ത്തപ്പെട്ടതാണ് ഇക്വഡോർ. പക്ഷേ ഇക്വഡോർ 1 ഗോളിന് ഐവറി കോസ്റ്റിനോട് തോറ്റുപോയി എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ആദ്യ ഗ്രൗണ്ടുകളിലെ കളി നോക്കണ്ട. ആദ്യ കളിയിൽ തോറ്റുപോയ സ്പെയിനാണ് പിന്നീട് തിരിച്ചു വന്ന് ലോകകപ്പ് കിരീടം കൊണ്ടുപോയത്. അപ്പം അതുകൊണ്ട് ആദ്യ റൗണ്ടുകളിലെ പെർഫോമൻസ്, അവിടുത്തെ കാലാവസ്ഥയും ഒത്തൊരുമ കണ്ടെത്താനുള്ള സമയമൊക്കെ കണക്കിലെടുത്ത് ആരും കുറച്ച് കാണേണ്ട. ലോകരാജാക്കന്മാരാണ് ബ്രസീലും അർജന്റീനയും സ്പെയിനും അതുപോലെ തന്നെ നെതർലൻഡ്സും ഫ്രാൻസും. ഇവരൊക്കെ വീണ്ടും ശക്തിയായിട്ട് തിരിച്ചു വരും. ഒപ്പം തന്നെ അവരെ വെല്ലുവിളിക്കാൻ കുഞ്ഞൻ ടീമുകൾ, ആരും ശ്രദ്ധിക്കപ്പെടാത്ത ടീമുകൾ ഉണ്ടാവും, കറുത്ത കുതിരകളായി എന്നുള്ളതാണ് ഈ ലോകകപ്പിന്റെ ഇതുവരെയുള്ള മത്സരങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.